തുടർച്ചയായിട്ട് മൈഗ്രെയിൻ വരുന്ന ഒരാൾക്ക് ഈ വേദനയേക്കാൾ ഏറ്റവും കൂടുതൽ പേടി ഇത് എപ്പോൾ വരും എന്നുള്ള ഒരു ആശങ്കയാണ്. ഈ ആശങ്ക കാരണം അവരുടെ ജീവിതം തന്നെ വലിയൊരു ബുദ്ധിമുട്ടിൽ തളച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ ഡോക്ടർ യൂനുസ് കൊടശ്ശേരി. എങ്ങനെയാണ് നമ്മുടെ ഈ ആശങ്കയും പേടിയും നമ്മുടെ മൈഗ്രെയിൻ രോഗത്തെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് വേദന വന്ന് നമുക്ക് ജോലിക്ക് പോകാൻ കഴിയില്ലേ, അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാൻ കഴിയില്ലേ എന്നുള്ള ആശങ്ക കാരണം നമുക്ക് എന്താണ്, കൂടുതൽ സ്ട്രെസ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടും. ഈ സ്ട്രെസ് ഹോർമോണുകൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കൂടുതൽ സെൻസിറ്റീവ് ആക്കും. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ട്രിഗർ, ഉദാഹരണമായിട്ട് ചെറിയ പ്രകാശത്തിന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സൗണ്ടോ നമുക്ക് വരുമ്പോൾ ഉടനെ നമുക്ക് എന്താണ്, മൈഗ്രെയിൻ ട്രിഗർ ആവും. അതായത് നിങ്ങളെ തലവേദന മാറുകയില്ല എന്നുള്ള ആശങ്കയും പേടിയും നിരാശയും നിങ്ങൾക്ക് വീണ്ടും തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈഗ്രെയിൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രിവെൻറ്റീവ് തെറാപ്പിയും അക്യൂട്ട് ട്രീറ്റ്മെൻറ്റും എടുക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന റിലാക്സേഷൻ ടെക്നിക്കുകളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി നമ്മൾ എന്താണ്, മൈഗ്രെയിൻ ചികിത്സയിൽ കൊണ്ടുവരേണ്ടതാണ്. മൈഗ്രെയിൻ ചികിത്സയിൽ മരുന്നിനോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ മാനസിക ആരോഗ്യം എന്നുള്ളത്. മൈഗ്രെയിന് ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഇത്തരത്തിൽ മൈഗ്രെയിൻ വേദന കാരണം നിരാശ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ അറിവ് ഷെയർ ചെയ്യുക.